Hi, let's read the question. Surface tension of two liquids having same density. Density same ആണ്. അപ്പോൾ T1 and T2 എന്ന surface tension തന്നിട്ട് are measured using capillary rise method utilizing two tubes with the inner radii of R1 and R2. Okay. The measured liquid heights in these tubes are H1 and H2 respectively. Ignore the weight of the liquid about the ലോവസ്റ്റ് പോയിന്റ് ഓഫ് മെനിസ്കസ്. എന്ന് വെച്ചാൽ ആ മെനിസ്കസിന്റെ ഉള്ളിലുള്ള ലിക്വിഡിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം അല്ലേ. കാരണം മെനിസ്കസ് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ മെനിസ്കസിന്റെ ലോവസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ അവിടെ ഉള്ള വെയിറ്റിനെ ഇഗ്നോർ ചെയ്യാറുണ്ട്. എന്താ, ഈ ലിക്വിഡിനെ നിങ്ങൾ ഈ ഭാഗം പരിഗണിക്കേണ്ടതില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ the heights H1 and H2 and surface tensions T1 and T2 satisfy the relation. Okay. അപ്പോൾ നമുക്ക് അസെൻറ്റ് ഫോർമുല ഉണ്ടല്ലോ, അസെൻറ്റ് ഫോർമുല H is equal to 2T cos theta divided by R rho g. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. നമുക്കിവിടെ ഡെൻസിറ്റി സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു ഇൻഫർമേഷൻ കൊഹിസീവ് ഫോഴ്സ് അഡിസീവ് ഫോഴ്സിനെ കുറിച്ചൊന്നും ഇൻഫർമേഷൻ ഇല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഡെൻസിറ്റി സെയിം ആണെങ്കിൽ തന്നെ ഇവിടുത്തെ ഗിവൺ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമുക്ക് രണ്ട് പേർക്കും ടെൻഷൻസ് ഈക്വൽ ആണെന്ന് വിചാരിക്കാം. T1 ഈക്വൽ ടു T2. മോർ ഓവർ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കി കഴിഞ്ഞാലും കാണാൻ പറ്റും. നോക്കും, T1 ഈക്വൽ ടു T2, T1 ഈക്വൽ ടു T2. ഒരു ഓപ്ഷൻ മാത്രമാണ് നമുക്ക് അല്ലാതുള്ളത്. അപ്പോൾ let's take T1 is equal to T2. Okay, next നമുക്ക് 2T cos theta divided by R rho g. Then H1 H2 നോക്കൂ, ഇവിടെ R1 greater than R2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. R1 greater than R2. അപ്പോൾ T സെയിം. അപ്പോൾ സർഫസ് ടെൻഷൻ ഈക്വൽ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് സെയിം ആയിരിക്കും. ഡെൻസിറ്റി സെയിം ആണ്, G സെയിം ആണ്. Therefore you can say H proportional to 1 by R ആണ്. Therefore H1 less than H2 ആണ്. H1 less than H2 and T1 equal to T2. T1 equal to T2 എടുക്കുമ്പോഴാണ് നമുക്ക് H1 less than H2 എന്ന് കിട്ടുക. That is option 1 is correct. Option 1 is the right answer.